ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈഡ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഓയിലൊക്കെ ഒന്നുമില്ലാണ്ട് നമുക്ക് ഈ ചിക്കൻ എങ്ങനെ ഫ്രൈ ചെയ്യാമെന്ന് നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാൻ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ. ആദ്യം തന്നെ നമുക്ക് ഇതിലേക്കൊരു മസാല തയ്യാറാക്കി എടുക്കണം. അതിനായിട്ട് നല്ല എരിവുള്ള മുളകും, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഗരം മസാല, കുറച്ച് കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതും കുറച്ച് തൈര് ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ കാണിക്കാൻ മറന്നുപോയി. കുരുമുളകും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക. അത് കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ചിക്കൻ പീസിലേക്ക് അത് തേച്ച് മാറ്റി വയ്ക്കുക. ഓവർനൈറ്റ് വെക്കാൻ പറ്റിയെങ്കിൽ അങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ 2 മണിക്കൂർ തിരുമ്പി മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്കിത് വറുത്തെടുക്കാം. ഞാനിത് വറക്കണത് ഇന്ന് എയർ ഫ്രയറിലാണ്. ഞാൻ ഓയിലില്ലാണ്ട് ചിക്കനും മീനൊക്കെ വറക്കണം ഞാൻ കണ്ടിട്ട് ഞാൻ മേടിച്ചതാണ്. വളരെ ടേസ്റ്റാണ് അതിൽ വറക്കുമ്പോൾ, ഹെൽത്തി ആയിട്ടും നല്ലതാണ്. അപ്പോൾ നമുക്കതിൽ എങ്ങനെ അത് ചെയ്യാമെന്ന് ഞാൻ കാട്ടിത്തരാം. അതിനതിൻ്റെ ബാസ്ക്കറ്റ് എടുത്ത് അതിലേക്ക് നമുക്ക് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ മസാലയൊക്കെ തിരുമ്പി വെച്ചിട്ടുള്ള ചിക്കൻ അതിലേക്ക് വെച്ച് കൊടുക്കാം. ഞാൻ PG എയർ ഫ്രയറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. മുകളിലേക്ക് ചിക്കൻ വെച്ച് കൊടുക്കരുത്. ഒരു ലെയർ വെച്ച് കൊടുത്തതിന് ശേഷം അത് അടച്ചതിന് ശേഷം ഇത് ഓണാക്കാം. ഇതിൽ ഓൾറെഡി ഇതിൻ്റെ ടൈം ചിക്കൻ ഇതിൽ ഓപ്ഷനുകളുണ്ട്. മെനു സെലക്ട് ചെയ്ത് നമുക്ക് ചിക്കൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ 200 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റാണ് നമുക്കിതിൽ സമയം. അതിലുള്ള സെറ്റ് ചെയ്തിട്ടുള്ള സമയം തന്നെ ഞാൻ വെച്ച് കൊടുക്കണത്. 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് നോക്കാം. പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനിത് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു സൈഡ് ഒരു മുരിച്ചിൽ പോലെ നമുക്ക് കാണാം. ഇനി ഞാൻ ഇതിന് മുകളിലൊന്ന് ഓയിൽ ബ്രഷ് ചെയ്തതിന് ശേഷം ഇതൊന്ന് മറച്ചിടുന്നുണ്ട്. കാരണം ഇപ്പം ചിക്കൻ ഓൾറെഡി വെന്തിട്ടുണ്ട്, പക്ഷെ അടി ഇങ്ങനെ മൊരിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ ഇതിന് മുകളിലൊന്ന് ഓയിൽ ബ്രഷ് ചെയ്തതിന് ശേഷം ഇത് മറച്ചിട്ടിട്ട് വീണ്ടും ഒരു 10 മിനിറ്റും കൂടി വെച്ച് കൊടുക്കാം. സാധാരണ ചിക്കൻ വറുക്കുമ്പോൾ നമ്മൾ ഒരുപാട് എണ്ണ ഉപയോഗിച്ചിട്ടുണ്ട് വറുത്തെടുക്കണം. ഇത് ശരിക്കും പറയണമെങ്കിൽ നമുക്കൊരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഓയിൽ എന്താണെങ്കിൽ അത്ര ആവശ്യം വരണുള്ളൂ. നമുക്ക് ധൈര്യമായിട്ട് അപ്പോൾ ചിക്കൻ വറുത്ത് കഴിക്കാം. മറിച്ചിടുമ്പോൾ ആ സൈഡ് മൊരിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ അത് മറിച്ചിട്ടതിന് ശേഷം ഒരു 10 മിനിറ്റും കൂടി നമ്മൾ വീണ്ടും വെച്ച് കൊടുക്കാം. ഇതിൽ ടൈം നമുക്ക് കൂട്ടിയും കുറച്ചൊക്കെ വെച്ച് കൊടുക്കാം. പക്ഷെ ഞാൻ ഇതിൽ സെറ്റ് ചെയ്തിട്ടുള്ള സമയം തന്നെയാണ് ഇത് വെച്ചിട്ടുള്ളത്. മറിച്ചിട്ടതിന് ശേഷം വീണ്ടും ഒരു 10 മിനിറ്റ് കൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിൽ നമുക്ക് ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ തൽക്കാലം ഞാൻ ചിക്കൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഞാൻ മേടിച്ചിട്ട് ഇപ്പോൾ അധികം ദിവസമായിട്ടില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇതിലെന്തായാലും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് പറ്റുന്നവരൊക്കെ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് തന്നെ സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരുടെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.